ഇന്നത്തെ ഈ പുഴയും കടന്ന എപ്പിസോഡ് ഗംഗ ചാടാൻ നേരത്ത് വിനീത് നിന്ന് പിടിക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ത്തിന് വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. അവസാനിപ്പിക്കാൻ പോയ ജീവിതം എനിക്ക് തന്നൂടെ ഗംഗേ? പൊന്നുപോലെ ഞാൻ നിന്നെ നോക്കിക്കോളാം. ജയബാലൻ വന്ന് പറയുന്നു, നിങ്ങളോടല്ലേ ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ചൂട് കനക്കും. അപ്പം നിങ്ങൾക്ക് താങ്ങാനാവത്തില്ല. ഗംഗയെ നോക്കിയിരിക്കുവാണെങ്കിൽ അവൾ ഇനി ഇങ്ങോട്ട് വരത്തില്ല. അവളെ ഇനി പ്രതീക്ഷിക്കുകയും വേണ്ട. അവളെ തിരക്കി ഞാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസോ ഫയർഫോഴ്സോ വന്ന് അവളെ തിരഞ്ഞോളൂ. അവരാകുമ്പോൾ കുളത്തിലോ റെയിൽവേ പാളത്തിലോ തിരക്കാൻ നല്ല ശീലമാണല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നു, ജയബാല നിന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്തല്ലയോ? മരിച്ചുപോയയുടെ അമ്മയുടെ സ്ഥാനത്താവത്തില്ല ഒരിക്കലും. സ്ഥാനത്ത് അമ്മ തന്നെ വേണം. ജയബാല നിന്നോട് ദൈവം ചോദിക്കും. ഞാൻ ഇപ്പം ദൈവത്തിനെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഇനി കാണുമ്പോൾ അവരോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ജയബാലൻ കാറിൽ കയറി പോകാൻ തുടക്കുമ്പോഴത്തേനും ഒരു കാറ് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇതാ ആരടാ കാറ് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയെന്ന് ഹോൺ അടിക്കുന്നു. ഡാ ആരടാന്ന്. ഡാ അല്ല സാറേ, ഡി ഡി കാവേരി. ഈ സീനിൽ നിന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. നീ എവിടെ പോയിരുന്നു? അതോർത്ത് ജയബാല സാർ വിഷമിക്കേണ്ട. ഒന്നോ രണ്ടോ ഈ സീനി കാവേരി ഇല്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കേട് തീർത്ത് വരും. ടിമ്പിൾ പഞ്ചെന്ന് കേട്ടില്ലേ? അതുപോലെ പട്ടി ചന്തയ്ക്ക് പോയാലെ കയ്യും വീശി വരും നീ. ചുമ്മാതെ ഡയലോഗ് അടിക്കാതെ നീ അമ്പലത്തിൽ പോയി നിന്റെ അമ്മയും അമ്മുമ്മയും നിന്റെ അനിയത്തിമാരെയും കണ്ണ് തുടച്ചിരിക്കുക. നിങ്ങളെന്താ പറഞ്ഞേ? പട്ടി ചന്തയ്ക്ക് പോയാൽ വരുമെന്നോ? അല്ലേ? ഞാൻ പോയെങ്കിൽ 1-2 കൊമ്പൻ സ്രാവിനെയെങ്കിലും കൊണ്ടുവരണ്ടായോ? അല്ലെങ്കിൽ ഫാൻസുകാർ എന്നെ സഹിക്കത്തില്ല. എവിടെ കൊണ്ടുവന്ന കൊമ്പൻ സ്രാവ്? ഒന്ന് കാണട്ടെ. വാ, ഇറങ്ങി വാ. കാറ് തുറന്ന് ഇറങ്ങി വരുന്നു വിനീതും ഗംഗയും. അപ്പോഴത്തേന് ജയബാലൻ ദേഷ്യത്തിൽ നിൽക്കുന്നു. ജയബാലൻ സാറേ, പട്ടി ചന്തയ്ക്ക് പോയതെന്ന് പോലെ പറഞ്ഞില്ലയോ? സാറ് കല്യാണം മുടക്കാൻ കുറേ വെള്ളം കോരിയതല്ലയോ? എന്നിട്ട് വല്ലതും നടന്നോ? ഞാനെന്തിനാ ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? അമ്മേ, ഗംഗേച്ചി വന്നു. ഗംഗേച്ചി എന്ന് പിടിക്കുന്ന എല്ലാവരും കൂടി. കല്യാണത്തിന് ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. താനൊന്ന് നടത്തി കാണിക്ക്. താൻ ഈ സന്തോഷം കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് വലിയ ആയുസ് കാണത്തില്ല കേട്ടോ. തന്നെ വണ്ടിയിൽ നിന്ന് തിരുമേനി ഇറങ്ങി വരുന്നു. അല്ല, ICUയിൽ ആക്സിഡൻ്റ് ആയി കിടന്ന ആൾ വണ്ടി ഓടിക്കുന്ന കണ്ടപ്പോൾ തിരുമേനിക്ക് ഒരു ആകാംക്ഷ. അപ്പം കല്യാണം കൂടെ തിരുമേനിക്ക് കാണണമെന്ന്. തിരുമേനി വന്ന് ജയബാലനോട് ചോദിക്കുന്നു. നട്ടാ കുരുക്കാത്ത നുണ പറയുന്നു. അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച്. ഇത് താൻ കൈവച്ചോ? പട്ടിണിയും പരവട്ടമൊക്കെ ഉണ്ട്. ഇത് മേടിച്ച് കഴിച്ചാലേ ഞങ്ങൾക്ക് തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, താൻ മുച്ചൂട് നശിക്കുമ്പോഴേ അധികം വേദനിപ്പിക്കല്ലേ എന്ന് ദൈവമേന്ന്. അപ്പോഴത്തേനും അവിടെ നിന്ന ആൾക്കാർ അവർ ജയബാലനെ കൂകുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ച എൻ്റെ അച്ഛനെ ചതിച്ചതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണെന്ന് കരുതിക്കോ. ഇന്ന് കൂകി വിളിച്ചവർ നിങ്ങളെ കല്ലെടുത്തെറിയും. പുഴുത്ത പട്ടിയെ പോലെ ആക്രമിക്കും. അങ്ങനെ ജയബാലന് ദാരുണ അന്ത്യമായിരിക്കും. ജയബാലൻ മരിക്കും. എൻ്റെ അച്ഛനടക്കം സാധുക്കളിൽ നിന്ന് തട്ടിയെടുത്ത പണമൊന്നും തനിക്ക് കാണത്തില്ലായിരിക്കും. അപ്പം പോട്ടെ ജയബാലൻ സാറേ എന്ന് പറഞ്ഞ് കാവേരി അങ്ങോട്ട് പോകുന്നു. താൻ എൻ്റെ പെണ്ണിനെ കുറച്ചു നേരം വിഷമിപ്പിച്ചല്ലേ? വിനീതെ, തനിക്കും ഇപ്പം സമയമില്ല, എനിക്കും ഇപ്പം സമയമില്ല. നമ്മൾ തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ വിശദമായി കാണേണ്ടി വരും. എപ്പോഴും താൻ പറയത്തില്ലേ പ്ലാന്റർ രാമചന്ദ്രൻ്റെ മോനാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുമെന്ന്. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാൻ പെട്ടെന്ന് പോയി ഒരു കല്യാണം കഴിച്ചിട്ട് വരാം കേട്ടോ. ജയബാലൻ വണ്ടി എടുത്ത് ദേഷിച്ച് പോകുന്നു. കാണിക്കുന്നത് വിനീതിൻ്റെ അമ്മയാണ്. വിനീതിൻ്റെ അമ്മയെ ആരാണ്ട് ഫോൺ ചെയ്ത് പറയുന്നു. വിനീത് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞ അവൻ അവിടെ ഉണ്ടെന്ന്? ഫോൺ കട്ട് ചെയ്യുന്നു. ആരാമ്മയെ വിളിച്ചത്? പച്ചക്കറി കടയിലെ സരോജിനിയാ. വിനീത് അമ്പലത്തിലുണ്ടെന്ന്. ഇപ്പോൾ ഇത് 1-2 പേരല്ലല്ലോ പറയുന്നത്. അമ്മയെ ചൂട് പേരിപ്പിക്കാൻ പറഞ്ഞാണെങ്കിൽ ഒരാളല്ലേ പറയത്തുള്ളൂ. ഇപ്പോൾ 5-6 പേര് വിളിച്ച് പറഞ്ഞില്ലേ? അപ്പം വിനീത് 2-3 ഉണ്ടോ? അതെനിക്കറിയാമോ? സംശയം ഉണ്ടെങ്കിൽ പോയി തുറന്നു നോക്ക്. അവർ രണ്ടുപേരും പോയി തുറന്നു നോക്കുന്നു. അതിൽ തുറന്നു വരുമ്പോഴത്തേനും വിനീതിൻ്റെ കൂട്ടുകാരൻ എണീറ്റ് വരുന്നു. എടാ വിനീത് എന്തിയടാ? തുറന്ന് പറയടാ, വിനീത് എന്തിയാ? അല്ലെങ്കിൽ നിന്നെ ഞാൻ ആൻറ്റി എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ആൻറ്റി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങൾ തുറന്ന് പറയാം. വിനീത് അമ്പലത്തിനുണ്ട് ഗംഗയുടെ കഴുത്തിൽ താലി ചേർത്താൻ. ആൻറ്റിയുടെയും ഗീതേച്ചിയുടെ സമ്മതം ഉണ്ടായിട്ടല്ല അവനിങ്ങനെ ചെയ്തത്. അവനെ കൊണ്ട് ആൻറ്റി ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. 2 വിനീത് വേണമായിരുന്നു. ഒന്ന് ഗംഗയുടെ കഴുത്തിൽ താലി ചേർത്താനും ഒന്ന് നിങ്ങൾക്ക് ഇവിടെ പൂട്ടിയിടാനും. വിനീത് ചെല്ലാത്തതുകൊണ്ട് ഗംഗയുടെ കല്യാണം മുടങ്ങണമെന്നായിരുന്നല്ലോ നിങ്ങളുടെ തൃപ്തി. കല്യാണം നടക്കണമെങ്കിൽ ഡൂപ്പ് വേണമായിരുന്നു. ഞങ്ങൾ പരസ്പരം വേഷം മാറിയിട്ട് വിനീത് കാവേരിയോടൊപ്പം പോയി. വിനീത് എൻ്റെ വണ്ടി എടുത്ത് കാവേരിയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഗീതേച്ചി പിടിച്ചെന്നാണ് കരുതിയത്. പക്ഷെ നിങ്ങളുടെ സമാധാനത്തിന് ഞാനിവിടെ ഉണ്ടായിരുന്നുവല്ലോ. ഇന്നത്തെ എൻ്റെ വേഷം കഴിഞ്ഞു. ഞാൻ അമ്പലത്തിലേക്ക് പോകുകയാണ്. ഇവിടെയല്ലേ മെയിൻ സീൻ നടക്കുന്നത്. അവിടേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈഗോ വിട്ടിട്ട് എൻ്റെ കൂടെ വന്നോളൂ. കല്യാണം കഴിഞ്ഞു കാണും. അവിടെ പോയിട്ട് സദ്യയും കഴിച്ചിട്ട് വരാം. ഇവിടെ കുളം കലക്കിയത് നീ പോകാമെന്ന് കരുതി. ഇവിടെ കുളം കലക്കിയത് ആരാണ്? അവൻ പ്രായപൂർത്തിയായ ആണാണ് വിനീത്. അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നെങ്കിൽ ചേച്ചി, സഹോദരി, അമ്മയൊന്നും പൂട്ടിയിടുന്നതിന് അവകാശമില്ല. ഞങ്ങളിവിടെ വന്ന സമയത്ത് പോലീസാണ് ഇവിടെ വന്നിരുന്നെങ്കിലോ? പോലീസാണ് ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത്. ഇവിടുത്തെ കാര്യത്തിൽ പോലീസല്ല തീരുമാനിക്കുന്നത്. വിനീതിൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്കോ സഹോദരിക്കോ അവകാശമില്ല. അല്ലെങ്കിൽ വിനീത് സ്വയം തീരുമാനിക്കണം. അല്ല, ഗീതേച്ചി ഇവിടുത്തെ ആരാണ് ഗീതേച്ചി തീരുമാനിക്കാൻ? കല്യാണം കഴിച്ച് വിട്ട പെൺകുട്ടികൾ അവിടുത്തെ വീട്ടിലെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അല്ലെങ്കിൽ ഇറങ്ങിപ്പോയവർ ഇവിടെ വന്ന് ജീവിതം കൊമ്പിടിക്കും. എടാ നീ ഒന്ന് അടങ്ങിയിരി. വേണ്ടാന്ന് വെച്ചപ്പോൾ
അരിയും കടിച്ച് പട്ടിയുടെ മുറുമുറുപ്പ് മാറുന്നില്ല പോലെയാ നിന്റെ കാര്യം. വേണ്ടാന്ന് വെച്ചപ്പോൾ നീ ഇവിടെ കിടന്ന് ചിലയ്ക്കോ. നിന്നെ ഞാനുണ്ടല്ലോ, എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇതല്ല ഞാൻ എന്നെ എങ്ങാനും വിരൽ ചൂണ്ടാൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി വേറെ ആയിരിക്കും. അമ്മയുടെ ചേച്ചിയുടെ സ്ഥാനത്താണ് നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടത്. വിനീതിനെ ഇവിടെ പൂട്ടിയിട്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നിങ്ങളത് അർഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വഴി മാറ്. ഇനി ഞാൻ പോയിട്ട് ചില കാര്യങ്ങൾ കണ്ട് ചെറുക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായോ? രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് വാ. വിനീത് ഗംഗയെ കല്യാണം കഴിച്ചു കാണും. പിന്നെ കാണിക്കുന്നത് വിനീത് ഗംഗയെ കെട്ടുന്നതാണ്. വിനീത് അപ്പോൾ മനസ്സിൽ പറയുന്നത്, നിന്റെ സങ്കല്പത്തിൽ ഒരാളല്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കാം. എല്ലാവരും സന്തോഷകരമായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.